ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തൃശ്ശൂർ സ്റ്റൈൽ കുറുക്ക് കാളൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു കായാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് ചേന, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 കപ്പ് വെള്ളം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. വെള്ളം വറ്റുന്ന പരുവത്തിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലത്തെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് നെയ്യും ആഡ് ചെയ്ത് കൊടുക്കുക. കഷ്ണങ്ങളൊന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് അല്പം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 500 ml കേർഡാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിക്സിയിലിട്ട് ഒന്ന് കറക്കിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇത് പിരിഞ്ഞു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് നല്ല കുറുക്ക് പോലെ കട്ടിയിലാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് തിളച്ചൊടുങ്ങുമ്പോൾ ഇച്ചിരി വെള്ളം പോലെ ഇരിക്കും. അതിനുശേഷം ഇത് രണ്ടാമത്തും കുറുകി വന്നോളും. നല്ലതുപോലെ കട്ടിയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുക. തേങ്ങ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇതിലേക്ക് അരച്ച് ചേർക്കാനായിട്ട്. അതിനുവേണ്ടി നമ്മളിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 to 5 ഗ്രീൻ ചില്ലിയും പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും ആഡ് ചെയ്ത് കൊടുക്കുക. അല്പം കേർഡ് ഒഴിച്ച് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കട്ടിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ കാളനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇത് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ കാളന് നല്ല കട്ടി കിട്ടും. കുറുക്ക് ടെക്സ്ചർ കിട്ടുന്നില്ലെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ലതുപോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് അല്പം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 3-4 കഷ്ണം ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് പൊട്ടിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയുടെ കളറ് മാറാതെ വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. കാളനിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അവസാനമായിട്ട് നമ്മളിതിലേക്ക് ഒരു നുള്ള് ഉലുവ പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ കൺസിസ്റ്റൻസിയിൽ വേണം ഇതിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും നമ്മുടെ സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.